ബെഞ്ച് വിവാദത്തിൽ കേസുമായി മുന്നോട്ട് പോകുമെന്ന് പേരാമ്പ്ര UDF സ്ഥാനാർത്ഥി ഫാത്തിമ തെഹ്ലിയ. അനൗൺസ്മെന്റിൽ ചട്ടലംഘനം നടന്നിട്ടില്ലെന്ന റിപ്പോർട്ട് എന്തടിസ്ഥാനത്തിലാണെന്നും എന്ന് മുതലാണ് LDFന് ജമാഅത്തെ ഇസ്ലാമിയോട് അയിത്തം തുടങ്ങിയതെന്നും തെഹ്ലിയ ചോദിക്കുന്നു. ചങ്ങരോത്ത് പഞ്ചായത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൺവെൻഷൻ പരിപാടി ഷെഡ്യൂളിൽ ഇല്ലായിരുന്നുവെന്നും ഫാത്തിമ തെഹ്ലിയ വ്യക്തമാക്കി. കളക്ടർ അത്തരത്തിൽ പെരുമാറ്റച്ചട്ടമില്ല എന്ന് പറഞ്ഞിട്ട് പെരുമാറ്റച്ചട്ടമില്ലായ്മ എങ്ങനെ വന്നു, അദ്ദേഹം എങ്ങനെയാണ് അതിന് കണ്ടെത്തിയത്, ഒരു കൺക്ലൂഷൻ നടത്തിയത് എന്നുള്ളത് മനസ്സിലാവണം. എന്തു തന്നെയാണെങ്കിലും ഞങ്ങൾ ആ കേസുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള അപ്പീൽ നൽകിക്കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. പിന്നെ ഇതിന് എതിരെ വന്നിട്ടുള്ള 3 കൗണ്ടർ കംപ്ലയിൻറ്റ്സ്, ഇതൊക്കെ യഥാർത്ഥത്തിൽ കെട്ടിച്ചമച്ച കാര്യങ്ങളാണ്. അവരത്തരത്തിലൊരു അനൗൺസ്മെൻറ്റ് ഇറക്കുകയും ആ അനൗൺസ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം നൽകാൻ പറ്റാത്ത അവസ്ഥയിൽ 3 കംപ്ലയിൻറ്റ്, കൗണ്ടറായിട്ടുള്ള കംപ്ലയിൻറ്റുമായിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ ഈ പറയുന്ന ആൾക്കാർക്ക് എന്നു മുതലാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയോടുള്ള അയിത്തം തുടങ്ങിയത് എന്നുള്ളത് അവർ പറയട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ MLAയും മന്ത്രിയുമായിട്ടുള്ള ഇന്നത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അദ്ദേഹം ജയിച്ചതും അദ്ദേഹം ആ രൂപത്തിലേക്ക് വന്നതും ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് വാങ്ങിയിട്ട് അല്ല എന്ന് അവർക്ക് പറയാൻ പറ്റുമോ? ചങ്ങരോത്ത് പഞ്ചായത്തിലെ ജമാഅത്തിൻ്റെ പരിപാടിക്ക് വരാമെന്ന് പറഞ്ഞ് പിന്നെ പോയില്ല, മാധ്യമങ്ങളെ കണ്ട് വിട്ടുനിന്നു എന്ന് ഉൾപ്പെടെയാണ് പറയുന്നത്. ഞാൻ LDFൻ്റെ കാൻഡിഡേറ്റ് അല്ല, UDFൻ്റെ കാൻഡിഡേറ്റാണ്. ഞങ്ങളുടെ ഓരോ ദിവസത്തെ ഷെഡ്യൂളും കമ്മിറ്റി ഓഫീസിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എനിക്ക് ഞങ്ങളുടെ ഷെഡ്യൂൾ അങ്ങനെ ഒരു പരിപാടി അന്നേ നിശ്ചയിച്ചതേ അല്ല. ശരി, ആകാശ് തരത്തിൽ തന്നെ നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. ആകാശ്, ഗുഡ് മോർണിംഗ്. ഈ വിവാദമൊക്കെ അവസാനിച്ചു എന്നിരിക്കുമ്പോൾ അങ്ങനെയല്ല, നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഫാത്തിമ തെഹ്ലിയ. നടപടിയുമായി മുന്നോട്ട് തന്നെയാണെന്ന് പ്രഖ്യാപനം. ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തന്നെ വിവാദങ്ങളൊന്നും കെട്ടടങ്ങിയിട്ടില്ല. പേരാമ്പ്രയിലെ വിവാദങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മുന്നണികൾ എന്ന് വേണം പറയാൻ. ഇതിൽ നമുക്ക് 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഒന്നെന്ന് പറയുന്നത് ഈ അനൗൺസ്മെൻറ്റ് വിവാദവുമായി ബന്ധപ്പെട്ടാണ്. അനൗൺസ്മെൻറ്റ് വിവാദവുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിനിടയിൽ TP രാമകൃഷ്ണൻ്റെ ജീപ്പിൽ നിന്നും കൗമിലെ കുട്ടി എന്ന രീതിയിലുള്ള വർഗീയത ഉണ്ടാക്കുന്ന രീതിയിലുള്ള അനൗൺസ്മെൻറ്റ് വന്നു എന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു UDF പരാതി നൽകിയത്. എന്നാൽ UDFൻ്റെ പരാതി ജില്ലാ കളക്ടർ എന്ന് വെച്ചാൽ ഭരണാധികാരി തന്നെ അതിൽ ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്നൊരു റിപ്പോർട്ടാണ് പറഞ്ഞിരുന്നത്. ചട്ടലംഘനമില്ല എന്നാണ് പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം TP രാമകൃഷ്ണനും ഇതേ കാര്യം തന്നെയാണ് ആവർത്തിച്ചത്. ജില്ലാ കളക്ടർ ഉൾപ്പെടെ ഇതിൽ ചട്ടലംഘനമില്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഇതുമായിട്ട് എന്താണ് പ്രശ്നമെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതിലാണിപ്പോൾ കേസുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്ന് ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയ തന്നെ നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അവർ ഈ കേസുമായി മുന്നോട്ട് പോകും. കളക്ടർ എന്തടിസ്ഥാനത്തിലാണ് ഇതിൽ ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയത് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയ തന്നെ മുന്നോട്ട് വെക്കുന്നത്. കൂടാതെ തന്നെ TP രാമകൃഷ്ണനും ഫാത്തിമ തെഹ്ലിയക്കെതിരെ, TP രാമകൃഷ്ണൻ്റെ LDFലെ 3 പേർ ചേർന്ന് ഫാത്തിമ തെഹ്ലിയക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ട്. വർഗീയപരമായിട്ടുള്ള കാര്യങ്ങൾ പ്രചരണത്തിന് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അത്തരം രീതിയിൽ സ്വകാര്യ പ്രചരണത്തിൽ ഉൾപ്പെടെ ഇത്ര വർഗീയപരമായിട്ടുള്ള പ്രചരണം നടത്തുന്നു ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ടായിരുന്നു LDFൻ്റെ 3 പേർ പരാതി നൽകിയത്. അത് തനിക്കെതിരെയുള്ള കൗണ്ടർ കംപ്ലയിൻ്റ് ആണ്. താനൊരു കംപ്ലയിൻറ്റ് കൊടുത്തുകൊണ്ട് അതിന് പിന്നാലെ LDFലെ പ്രവർത്തകർ തനിക്കെതിരെയും കംപ്ലയിൻറ്റ് നൽകിയതാണ്. അത് അടിസ്ഥാനരഹിതമാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫാത്തിമ തെഹ്ലിയ പറയുന്നു. ഇതിൽ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ചങ്ങരോത്ത് പഞ്ചായത്തിൽ ഈ പ്രചരണ വേളയിലുണ്ടായ വെൽഫെയർ പാർട്ടിയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, കൺവെൻഷൻ ഉണ്ടായിരുന്നു. ആ കൺവെൻഷനിൽ ഫാത്തിമ തെഹ്ലിയ പങ്കെടുക്കുമെന്നുണ്ടായിരുന്നു. എന്നാൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഫാത്തിമ തെഹ്ലിയ പങ്കെടുത്തിട്ടില്ല. എന്നാൽ അതിൽ വലിയ രീതിയിലൊരു ചർച്ചയുണ്ടായി. വെൽഫെയർ പാർട്ടിയുടെ പരിപാടിയിൽ UDF സ്ഥാനാർത്ഥി പങ്കെടുക്കുന്നു ഉൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ചർച്ച ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ ഇത് UDFൻ്റെ പ്രവർത്തകരാണ് ഷെഡ്യൂൾ ഇട്ടിരിക്കുന്നത്. ആ ഷെഡ്യൂളിൽ ഈ ഒരു വെൽഫെയർ പാർട്ടിയുടെ ഒരു കൺവെൻഷൻ ഇല്ലായിരുന്നു എന്ന് പറയുന്നു. കൂടാതെ തന്നെ താനാണ് പരിപാടിയിലേക്ക് പോകുന്നില്ല, കാരണം ഷെഡ്യൂളിൽ ഇല്ലാത്ത പരിപാടിയായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വന്നു. അതിനാൽ തന്നെ ഈ കൺവെൻഷൻ, വെൽഫെയർ പാർട്ടിയുടെ കൺവെൻഷൻ താൻ പങ്കെടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അന്ന് തന്നെ ഈ അനൗൺസ്മെൻറ്റ് വിവാദവും വർഗീയ പ്രചരണങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുമ്പോഴായിരുന്നു ഇത്തരം വെൽഫെയർ പാർട്ടിയുടെ ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചത്. ആ പരിപാടിയിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ എത്തിയിരുന്നു. എന്നാൽ ആ മാധ്യമങ്ങളെല്ലാം അവിടെ വന്നതുകൊണ്ടാണ് ഇത്തരം ഫാത്തിമ തെഹ്ലിയ ഈ പരിപാടി പങ്കെടുക്കാത്തത് എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. അതിലാണ് ഇപ്പോൾ ഫാത്തിമ തെഹ്ലിയ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് തനിക്ക് അത്തരം ഒരു ഷെഡ്യൂൾഡ് പരിപാടി ഇല്ലായിരുന്നു എന്നുള്ളത്. പിന്നെ കൂടാതെ തന്നെ LDF ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് അയിത്തം കൽപ്പിക്കുന്നു? പണ്ട് TP രാമകൃഷ്ണൻ ഉൾപ്പെടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വോട്ട് നേടിക്കൊണ്ടാണ് വിജയിച്ചത് എന്നുൾപ്പെടെയുള്ള വലിയ രീതിയിലുള്ള ആരോപണങ്ങളാണ് ഫാത്തിമ തെഹ്ലിയ തന്നെ മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം
കാര്യം ഈ തെരഞ്ഞെടുപ്പും വോട്ടെടുപ്പ് കഴിഞ്ഞതിന് ശേഷവും ഇത്തരം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും പേരാമ്പ്രയിലുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ഉൾപ്പെടെ മുന്നോട്ട് പോകാനാണ് സ്ഥാനാർത്ഥികളുടെയും മുന്നണിയുടെയും തീരുമാനം. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അനൗൺസ്മെന്റ് വിവാദം തന്നെയാണ്. അനൗൺസ്മെന്റ് വിവാദത്തിൽ ഈ ജില്ലാ കളക്ടർ ഏത് അടിസ്ഥാനത്തിലാണ് ഇതിലൊരു പെരുമാറ്റ ചട്ടലംഘനം നടത്തിയിട്ടില്ല എന്ന് കണ്ടെത്തിയത് എന്നുള്ളൊരു ചോദ്യം ഫാത്തിമ തഹ്ലിയ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൽ കൃത്യമായ ഒരു മറുപടിയാണ് അവർക്ക് ആവശ്യമെന്ന് കൂടി പറയുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം തന്നെ ഇത് തന്നെയാണ്. ഈ അനൗൺസ്മെന്റ് വിവാദവുമായി ടി.പി. രാമകൃഷ്ണൻ ക്ലീൻ ഷീറ്റ് നൽകിയ ജില്ലാ കളക്ടർ ആണെന്ന് ടി.പി. രാമകൃഷ്ണൻ പറയുന്നു. അതിൽ ഇനി എന്ത് വിവാദമാണുള്ളത്? തനിക്കെതിരെ ഏത് രീതിയിലുള്ള അന്വേഷണം നടത്തിക്കോട്ടെ, താൻ ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടില്ല, തൻ്റെ അറിവോടെയോ അല്ലെങ്കിൽ തൻ്റെ പ്രവർത്തകരിൽ നിന്നോ ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റ് ഉണ്ടായിട്ടില്ല എന്നാണ് ടി.പി. രാമകൃഷ്ണൻ തന്നെ നമ്മളോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഫാത്തിമ തഹ്ലിയ പറയുന്നത് ഇത് കൃത്യമായി ആസൂത്രിതമാണെന്നാണ്. ഇത് നടുവണ്ണൂരിലെ ഒരു സ്റ്റുഡിയോയിൽ കൃത്യമായി സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് തയ്യാറാക്കിയ അനൗൺസ്മെന്റ് ആണ് ഇത്തരത്തിൽ പ്രചരിപ്പിച്ചത്. എന്നിട്ട് പോലും ഇതൊരു തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് ആയിട്ട് പോലും എന്തുകൊണ്ടാണ് കളക്ടർ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു ഇടപെടൽ, കൃത്യമായ ഇതിനൊരു ടി.പി. രാമകൃഷ്ണനും LDFനും ഒരു ക്ലീൻ ഷീറ്റ് കൊടുക്കുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുൾപ്പെടെയുള്ള വലിയ ചോദ്യങ്ങൾ അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, മുന്നോട്ട് പോകുന്നു. അതാണ് നമ്മളോട് പറഞ്ഞതും വിവരങ്ങൾ നൽകുകയായിരുന്നു ആകാശ് തരത്തിൽ. പ്രിയപ്പെട്ട